4 മാർഗ്ശീർഷ് പൗർണമി. മാർഗ്ശീർഷം പൗർണമിയെ കോരല പൗർണമി എന്ന് പറയുന്നു. ഇന്ന് ദത്താത്രേയ ജയന്തിയും അന്നപൂർണാദേവി ജയന്തിയും ആഘോഷിക്കുന്നു. ഈ പൗർണമി മാർഗ്ശീർഷം ലക്ഷ്മി വാരവുമായി ചേർന്ന് വരുന്നത് കൂടുതൽ വിശേഷമാണ്. എന്നാൽ ഇത്രയും അത്ഭുതകരമായ ഈ പൗർണമി ദിവസം ഓർമ്മിച്ചുകൊണ്ട് ഈ മരത്തെ തൊട്ടാൽ മതി, നിങ്ങൾക്ക് തിരികെ ലഭിക്കാത്ത രാജയോഗം ഉണ്ടാകും. ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറും. എല്ലാത്തരം ദോഷങ്ങളും ഇല്ലാതാകും. അഷ്ടദാരിദ്ര്യങ്ങൾ ഇല്ലാതായി അഷ്ടൈശ്വര്യങ്ങൾ ഉണ്ടാകും. പൊന്മഴ പെയ്യും എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. ഉണ്ട്. മാത്രമല്ല ഇന്ന് ഈ മരത്തെ തൊടുന്നത്. അതുകൊണ്ട് കഷ്ടപ്പാടുകളും ഇല്ലാതാകും. ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ സഫലമാകും. ഈ പൗർണമി ദിവസം ഏത് അത്ഭുത വൃക്ഷത്തെ സ്പർശിച്ചാൽ തലമുറകളോളം നിലനിൽക്കുന്ന സമ്പത്ത് ലഭിക്കുമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. സുഹൃത്തുക്കളെ, ആദ്യം കമന്റ് ബോക്സിൽ ശ്രീ മാത്രേ നമഃ എന്ന് ഒരു കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഈ മാർഗ്ശീർഷ് പൗർണമി ഹിന്ദുക്കൾ വളരെ ഗംഭീരമായി ആഘോഷിക്കാറുണ്ട്. ഈ ദിവസം കോരലമ്മയെയും ദത്താത്രേയ സ്വാമിയെയും അന്നപൂർണ ദേവിയെയും ലക്ഷ്മിദേവിയെയും പൂജിക്കുന്നു. പൗർണമി ദിവസം സ്ത്രീകൾ ചില തെറ്റുകൾ ചെയ്യാൻ പാടില്ല. അവ എന്തെന്നാൽ ഈ ദിവസം സ്ത്രീകൾ വാതിൽപ്പടിയിൽ ചവിട്ടുക, വാതിൽപ്പടിയിൽ ഇരുന്ന് തലചീക്കുക, വാതിൽപ്പടിയിൽ ഇരുന്ന് പൂക്കൾ മാല കെട്ടുക, വാതിൽപ്പടിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, നഖം വെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ ഈ ദിവസം സ്ത്രീകൾ അകാരണമായി കരയാൻ പാടില്ല. അനാവശ്യമായ സംസാരിക്കരുത്. പൗർണമി ദിവസം പാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നേരിട്ട് ആർക്കും കൊടുക്കരുത്. താഴെ വെച്ച് എടുക്കാൻ പറയണം. അബദ്ധത്തിൽ ഈ പൗർണമി ദിവസം ഈ തെറ്റുകൾ ചെയ്താൽ 7 ജന്മങ്ങളിലെ ദാരിദ്ര്യം ഉണ്ടാകും. ജീവിതത്തിൽ സുഖസന്തോഷങ്ങൾ ഇല്ലാതാകും. ഈ കോരല പൗർണമി ദിവസം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിക്കും. ആരെങ്കിലും മാനസിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർ ഈ ദിവസം വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലത് ചെയ്യും. ആരോഗ്യവും മെച്ചപ്പെടും. ഐശ്വര്യവും മെച്ചപ്പെടും. പരം പരിശുദ്ധമായ ഈ പൗർണമി ദിവസം എല്ലാവരും ഒരു ഇളം ഞാവൽ ഇലയോ അല്ലെങ്കിൽ ഒരു ഇളം വേപ്പിലയോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഒന്നുമില്ല. ഈ കൂരല പൗർണമി ദിവസം ഒരു നേരുട് ഇലയോ വേപ്പിലയോ കൊണ്ടുവന്ന് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് മുന്നിൽ വെച്ച് നിങ്ങളുടെ കഴിവനുസരിച്ച് പൂജിക്കുക. പൂജ പൂർത്തിയായ ശേഷം ആ ഇലയെടുത്ത് അതിൽ കുറച്ച് തേനോ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിക്കുക. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും ഇലകൾ കൊണ്ടുവന്ന് ദൈവത്തിനു മുന്നിൽ വെച്ച് പൂജ ചെയ്ത ശേഷം ശാന്തമായി സ്വീകരിച്ച് കഴിക്കുക. പൂജ ചെയ്യാൻ സമയം ഇല്ലാത്തവർ ആ ദൈവത്തെ ഓർത്ത് നേരിട ഇലയോ വേപ്പിലയോ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നേരിട്ട് കഴിക്കുക. അല്ലെങ്കിൽ തേനോ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിക്കുക. ഇങ്ങനെ കൂര പൗർണമി ദിവസം ആരെങ്കിലും ഈ ഇല കഴിച്ചാൽ അവരുടെ ശരീരത്തിലുള്ള ദാരിദ്ര്യം മുഴുവൻ ഒരു മണിക്കൂറിനുള്ളിൽ ഇല്ലാതാകും. ധനം വന്നു ചേരും. നിങ്ങളുടെ ദശ മാറും. കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ശരീരത്തിലെ എല്ലാ തിന്മകളും ഇല്ലാതാകും. ലക്ഷ്മി കടാക്ഷം ലഭിക്കും. ധനധാന്യങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല. അതിനാൽ എല്ലാവരും ഈ മാർഗ്ശീർഷ പൗർണമി ദിനത്തിൽ നെല്ലിക്കയിലെയോ വേപ്പിലയോ കഴിക്കുക. നല്ല ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും നേടുക. പൗർണമി വളരെ ശക്തമാണ്. പൗർണമി ഒരു ശൂന്യതിഥിയാണ്. മാനസിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഈ പൗർണമി ദിവസം ഒരു ഗ്ലാസ് പാലിൽ അരി ചേർത്ത് ആ പാൽ ചന്ദ്രന്റെ വെളിച്ചത്തിൽ വെക്കുക.
മാനസിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ. കുറച്ചുനേരം പൗർണമി ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഇരിക്കണം. ഇങ്ങനെ ഒരു അരമണിക്കൂർ ശർക്കര ചേർത്ത പാൽ ചന്ദ്രന്റെ വെളിച്ചത്തിൽ വെക്കുക. അതായത് ടെറസിലോ വീടിന്റെ മുന്നിലെ തിണ്ണയിലോ എവിടെയാണോ ചന്ദ്രന്റെ കിരണങ്ങളും ചന്ദ്രന്റെ വെളിച്ചവും ഉള്ളത് അവിടെ ശർക്കര ചേർത്ത പാൽ വെച്ച് അതിനുശേഷം ആരെങ്കിലും മാനസിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ പാൽ നൽകണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി മാനസിക രോഗങ്ങൾ ഇല്ലാതാകും. മനസ്സിന് വളരെ ഉന്മേഷം ലഭിക്കും. ആളുകൾ സജീവമായി മാറും. അതിനാൽ മാനസിക രോഗങ്ങളുള്ളവർ ഈ പരിഹാരം തീർച്ചയായും ചെയ്യുക. വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. ഈ പൗർണമി ദിവസം രാവിലെയും വൈകുന്നേരവും വീട്ടിലെ സ്ത്രീകൾ നിർബന്ധമായും ദീപം തെളിയിക്കണം. അങ്ങനെ ദീപം തെളിയിക്കുമ്പോൾ കത്തിച്ച ദീപത്തിൽ ഒരു നുള്ള് ചന്ദനപ്പൊടി ഇടുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ഇന്ന് ചന്ദനപ്പൊടി ഇട്ട് ദീപം തെളിയിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കും. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരു തർക്കങ്ങളും ഉണ്ടാകില്ല. ഐക്യം വർദ്ധിക്കും. വീടിന് വളരെ നല്ലതാണ്. അതിനാൽ ഈ പൗർണമി ദിവസം എല്ലാവരും രാവിലെയും വൈകുന്നേരവും ഒരു നുള്ള് ചന്ദനപ്പൊടി ഇട്ട് ദീപം തെളിയിക്കുക. മാർഗശീർഷ് പൗർണമി വളരെ ശക്തിയുള്ള പൗർണമിയാണ്. ഇന്ന് രാത്രി ചന്ദ്രന്റെ കിരണങ്ങളിൽ അമൃതം നിറഞ്ഞിരിക്കും. പാപപുണ്യങ്ങളുടെ ഫലങ്ങളാണ് സ്വർഗനരക പ്രവേശനങ്ങൾക്ക് കാരണമാകുന്നത്. ആർ ക്ഷേത്രത്തിൽ പോയാലും പൂജാമുറിയുടെ അടുത്ത് ഇരുന്ന് ഭഗവാനെ ആരാധിച്ചാൽ പുണ്യഫലങ്ങൾ നൽകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അറിയാതെ ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം നൽകണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. തീ അറിഞ്ഞുകൊണ്ട് സ്പർശിച്ചാലും അറിയാതെ സ്പർശിച്ചാലും പൊള്ളും. അതുപോലെ പാപം അറിഞ്ഞുകൊണ്ട് ചെയ്താലും അറിയാതെ ചെയ്താലും ജന്മം തോറും പിന്തുടരും. എല്ലാ പാപങ്ങളും നരകത്തിലേക്കുള്ള വഴി ഒരുക്കുന്നു. അവിടെ ജീവി അനുഭവിക്കുന്ന യാതന വളരെ വലുതാണ്. അതുകൊണ്ടാണ് നരകയാതന അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മരണഭയം ഇല്ലാതിരിക്കണമെങ്കിൽ, നരകയാതന അനുഭവിക്കാതിരിക്കണമെങ്കിൽ യമധർമ്മരാജാവിന്റെ അനുഗ്രഹം വേണമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അദ്ദേഹം കേട്ട് അനുഗ്രഹിക്കുന്ന ദിവസമായി മാർഗശീർഷ് പൗർണമി അറിയപ്പെടുന്നു. ഇതിനെ കോരൽ പുണ്യമി എന്നും വിളിക്കാറുണ്ട്. ഈ പൗർണമി യമധർമ്മരാജാവിന് വളരെ പ്രിയപ്പെട്ടതാണ്. ഈ ദിവസം അദ്ദേഹത്തെ പൂജിക്കുന്നത് വഴി അദ്ദേഹം ശാന്തനായി അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. ധർമ്മരാജാവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നരകയാതനകൾ ഒഴിവാകും. നരക യാതനകളിൽ നിന്ന് മോചിപ്പിക്കുന്ന പൗർണമി ആയതുകൊണ്ട് ഇതിനെ നരക പൗർണമി എന്നും കണക്കാക്കുന്നു. കാർത്തിക പൗർണമി മുതൽ മാർഗശീർഷ് പൗർണമി വരെ യമധർമ്മരാജാവ് തന്റെ കോരലുകൾ തുറന്നിരിക്കും. ഈ ദിവസങ്ങളെ യമതൃഷ്ടകളായിട്ടാണ് പറയുന്നത്. മാർഗശീർഷ് പൗർണമിയോടെ പലതരം രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതാകും. അതുകൊണ്ട് നന്ദിപൂർവം ഇന്ന് യമധർമ്മരാജനെ ആരാധിക്കുന്നു. ഇനി കൂരല പൗർണമി ദിവസം കുടുമകൾ ഉണ്ടാക്കി അവയെ കടിച്ചു നായ്ക്കൾക്ക് കൊടുക്കുന്നത് ചില പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കും. നായ കാലഭൈരവന്റെ വാഹനമായി പറയപ്പെടുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ സ്വാമിയുടെ അനുഗ്രഹവും ലഭിക്കുമെന്ന് പറയുന്നു. ദന്തസംബന്ധമായ ദോഷങ്ങൾ, രോഗങ്ങൾ വരാതിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഈ ദിവസം കോരല അമ്മയും ആരാധിക്കപ്പെടുന്നു. അതുകൊണ്ട് കോര പൗർണമി എന്ന് പേര് വന്നു. കോരല അമ്മ ദേവി സാക്ഷാൽ ചിത്രഗുപ്തന്റെ സഹോദരിയാണ്. മാർഗശീർഷ് പൗർണമി ദിവസം ചിത്രഗുപ്തൻ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് വരുന്നു. ജ്യേഷ്ഠൻ ചിത്രഗുപ്തൻ വീട്ടിൽ വരുന്നതുകൊണ്ട് സഹോദരി കോരല സന്തോഷത്തോടെ ഗംഭീരമായ വിരുന്ന് ഏർപ്പാട് ചെയ്യുന്നു. ചിത്രഗുപ്തൻ സഹോദരിയെ അനുഗ്രഹിച്ചുകൊണ്ട് മാർഗശീർഷ് പൗർണമി ദിവസം ആരെല്ലാം കോരലയെ ആരാധിക്കുന്നുവോ അവർക്ക് നരകയാതനകളും അകാലമരണ ഭയവും ഉണ്ടാകില്ലെന്ന് വരം നൽകുന്നു. ചിത്രഗുപ്തനോടുള്ള സ്നേഹം കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ സഫലമാക്കാൻ താനും സഹകരിക്കുമെന്ന്
യമധർമ്മരാജാവ് സമ്മതിക്കുന്നു. അന്നുമുതൽ മാർഗശീർഷ പൗർണമി ദിനത്തിൽ കോരലമ്മയെ പൂജിക്കാൻ തുടങ്ങി. ഈ ദിവസം കോരലമ്മയ്ക്ക് ഉഴുന്നുറൊട്ടി നിവേദ്യമായി സമർപ്പിക്കണം. മാർഗശീർഷ പൗർണമി ദിനത്തിൽ കോരലമ്മയെ പൂജിച്ചാൽ അവളുടെ അനുഗ്രഹം ലഭിക്കുകയും നരകയാതനകളും അകാലമരണ ഭയങ്ങളും ഒഴിഞ്ഞുപോകുകയും ചെയ്യും. അങ്ങനെ കോരല പുണ്ണമി വളരെയധികം പ്രത്യേകതകൾ ഉൾക്കൊണ്ട് കാണപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ ദിവസം പശുവിനെ കണ്ടാൽ ആ പശുവിന് പ്രത്യേക ഭക്ഷണം നൽകി ഈ വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ദശ മാറും. ഘോര നരകങ്ങൾ ഒഴിവായി പോകും. രാജയോഗം ലഭിക്കും. തലമുറകളോളം അക്ഷയമായ സമ്പത്ത് ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഈ പൗർണമി ദിവസം കുതിർത്ത ചെറുപയർ ഗോമാതാവിന് നൽകുന്നത് ഇന്ദ്രിയനിഗ്രഹ ശക്തി വർദ്ധിപ്പിക്കും. കുതിർത്ത തുവരപ്പരിപ്പ് നൽകുന്നത് കടബാധ്യതകൾ ഇല്ലാതാക്കും. കുതിർത്ത ഉഴുന്നുപരിപ്പ് നൽകുന്നത് പൂർണ്ണ ആരോഗ്യം നൽകും. പച്ച കടലപ്പരിപ്പ് നൽകുന്നത് കുടുംബ കലഹങ്ങൾ ഇല്ലാതാക്കും. ചോറിൽ ഒരു നുള്ള ഉപ്പും മഞ്ഞളും ചേർത്ത് ആ ചോർ പശുവിന് ആഹാരമായി നൽകിയാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാകും. വരുമാനം വർദ്ധിക്കും. ഈ പൗർണമി ദിവസം വേവിച്ച ഉരുളക്കിഴങ്ങ് പശുവിന് ആഹാരമായി നൽകുന്നത് നരദോഷം ഇല്ലാതാക്കും. അതുപോലെ ഈ ദിവസം പശുവിന് ക്യാരറ്റ് ആഹാരമായി നൽകുന്നത് ബിസിനസ് വികസനത്തിന് സഹായിക്കും. ബീറ്റ്റൂട്ടും ചീരയും ചേർത്ത് പശുവിന് ആഹാരമായി നൽകുന്നത് സമ്പത്ത് നൽകും. ഈ പൗർണമി ദിവസം പശുവിന് വെള്ളരി ആഹാരമായി നൽകുന്നത് ശത്രുക്കളെ മിത്രങ്ങളാക്കും. തക്കാളി ആഹാരമായി നൽകുന്നത് വിവാഹ ഭാഗ്യം നൽകും. കുതിർത്ത കടല ഈ ദിവസം പശുവിന് ആഹാരമായി. ഇത് നമ്മളിൽ ആത്മീയ ചിന്ത വളർത്തുന്നു. ചെമ്പ് പൊടിയും ശർക്കരയും ചേർത്ത് പശുവിന് നൽകിയാൽ നമ്മുടെ ദാരിദ്ര്യം ഒഴിഞ്ഞുപോകും. ഇന്ന് പശുവിന് വഴുതനങ്ങ ഭക്ഷണമായി നൽകുന്നത് സന്താനഭാഗ്യം നൽകുന്നു. ഈ പൗർണമി ദിവസം പശുവിന് വാഴപ്പഴം ഭക്ഷണമായി നൽകുന്നത് ഉന്നത സ്ഥാനങ്ങൾ നൽകുന്നു. ഇന്ന് വെണ്ടയ്ക്ക നൽകുന്നത് മനോധൈര്യം നൽകുന്നു. ഈ പൗർണമി ദിവസം പശുവിന് കോവയ്ക്ക നൽകുന്നത് മാനസിക രോഗങ്ങൾ ഇല്ലാതാക്കുന്നു. ഇങ്ങനെ ഈ പൗർണമി ദിവസം ഓരോ സാധനങ്ങളും ഭക്തിയോടെ പശുക്കൾക്ക് സമർപ്പിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ മാറും. തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യം ലഭിക്കും. ഇങ്ങനെ നിങ്ങൾ പശുവിന് ഭക്ഷണം നൽകിയ ശേഷം 3 തവണ ഓം നമോ ഭഗവതേ ഗോമാത്രേ നമ എന്ന മന്ത്രം ജപിച്ചാൽ സകല ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കും. ഘോര നരകങ്ങൾ ഒഴിവായി പോകും. എല്ലാ കഷ്ടപ്പാടുകളും ഇല്ലാതാകും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ ദശ മാറിപ്പോകും. രാജയോഗം ഉണ്ടാകും. ശ്രീ ദത്താത്രേയ ജയന്തി മാർഗശിര ശുക്ല പൂർണിമ നാളിൽ ആഘോഷിക്കുന്നു. ത്രിമൂർത്തികളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരുടെ അവതാരമായ ദൈവിക രൂപമാണ് ദത്താത്രേയ സ്വാമി. ദത്ത എന്ന വാക്കിന് സമർപ്പിച്ചത് എന്ന അർത്ഥമുണ്ട്. ത്രിമൂർത്തികൾ അത്രി മഹർഷിക്കും അനസൂയ ദമ്പതികൾക്കും പുത്ര രൂപത്തിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ദത്ത എന്ന് പേര് വന്നു. അദ്ദേഹം അത്രിയുടെ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ആത്രേയ ആയി. ദത്താത്രേയൻ എന്നാൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവരുടെ അംശങ്ങളോടുകൂടിയ അവതാരമൂർത്തി. ഉപവാസം, ജപം, ധ്യാനം, പാരായണം, പ്രാർത്ഥനകൾ. ഇന്ന് ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും ദിവസമാണ്. ദത്തജയന്തി ദിനത്തിൽ അതിരാവിലെ ഭക്തർ നദിയിലോ പുഴയിലോ കുളിക്കുന്നു. ദത്താത്രേയൻ ഷോഡശോപചാരങ്ങളോടെ പൂജകൾ നടത്തുന്നു. ജപങ്ങൾക്കും ധ്യാനങ്ങൾക്കും ഈ ദിവസം പ്രാധാന്യം നൽകുന്നു. ദത്താത്രേയന്റെ യോഗമാർഗം പിന്തുടരുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഈ ദിവസം ദത്തചരിത്രം, ഗുരുചരിത്രം, അവധൂത ഗീത, ജീവൻമുഖ് ഗീത, ശ്രീപാദവല്ലഭ ചരിത്രം, നരസിംഹ സരസ്വതി ചരിത്രം, ഷിർദി സായിബാബ ചരിത്രം, ശ്രീദത്ത ദർശനം തുടങ്ങിയവ പാരായണം ചെയ്യുന്നു. ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതും ഒരു ആചാരമാണ്. വൈകുന്നേരങ്ങളിൽ ഭജനകൾ നടത്തുന്നു. ദത്താത്രേയ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തുന്നു. അതുപോലെ മാർഗശീർഷ് മാസത്തിലെ പൗർണമിയെ കോരല പൗർണമി എന്നും പറയുന്നു. എല്ലാ വർഷവും മാർഗശീർഷ് പൗർണമി ദിനത്തിൽ കോരല പൗർണമി ആഘോഷിക്കാറുണ്ട്. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച്
കാർത്തിക പൗർണമി മുതൽ മാർഗശീർഷ പൗർണമി വരെ യമധർമ്മരാജാവ് തന്റെ കോരലുകൾ തുറന്നിരിക്കും. അതുകൊണ്ട് പലതരം രോഗങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. രോഗങ്ങളൊന്നും വരാതിരിക്കാൻ ഈ മാർഗശീർഷ പൗർണമി ദിനത്തിൽ യമധർമ്മരാജനെ ആരാധിക്കുന്നു. ഈ മാർഗശീർഷ പൗർണമിയെ കോരല പുണ്ണമി അല്ലെങ്കിൽ നരക് പൗർണമി എന്നും വിളിക്കുന്നു. ഈ ദിവസം കോരല അമ്മയെ പൂജിക്കുന്നതുകൊണ്ടാണ് കോരല പൗർണമി എന്ന് പേര് വന്നത്. കോരല അമ്മ സാക്ഷാൽ ചിത്രഗുപ്തന്റെ സഹോദരിയാണ്. മാർഗശീർഷ പൗർണമി ദിനത്തിൽ ചിത്രഗുപ്തൻ തന്റെ സഹോദരിയുടെ വീട്ടിൽ വരും. സഹോദരൻ ചിത്രഗുപ്തൻ വീട്ടിൽ വരുന്നതുകൊണ്ട് സഹോദരി കോരല സന്തോഷത്തോടെ ഗംഭീരമായ വിരുന്ന് ഒരുക്കുന്നു. ചിത്രഗുപ്തൻ സഹോദരിയെ അനുഗ്രഹിച്ചുകൊണ്ട് മാർഗശീർഷ പൗർണമി ദിനത്തിൽ ആരെല്ലാം കോരലയെ പൂജിക്കുന്നുവോ അവർക്ക് നരകയാതനകളും അകാലമരണ ഭയവും ഉണ്ടാകില്ലെന്ന് വരം നൽകുന്നു. ചിത്രഗുപ്തനോടുള്ള അഭിമാനം കാരണം അദ്ദേഹത്തിന്റെ വാക്ക് നിറവേറ്റാൻ താനും സഹകരിക്കുമെന്ന് യമധർമ്മരാജൻ സമ്മതിച്ചു. അന്നുമുതൽ മാർഗശീർഷ പൗർണമി ദിനത്തിൽ കോരലമ്മയെ പൂജിക്കാൻ തുടങ്ങി. ഈ ദിവസം കോരലമ്മയ്ക്ക് ഉഴുന്നു റൊട്ടി നിവേദ്യമായി സമർപ്പിക്കണം. അതുപോലെ ഈ ദിവസം ചന്ദ്രനെ പൂജിക്കണം. ചന്ദ്രവ്രതം ചെയ്യണമെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. മാർഗശീർഷ പൗർണമി ദിനത്തിൽ കോരലമ്മയെ പൂജിച്ചാൽ അവളുടെ അനുഗ്രഹം ലഭിച്ച് നരകയാതനകളും അകാലമരണ ഭയങ്ങളും ഇല്ലാതാകും. മാർഗശീർഷ ശുദ്ധ പൗർണമി നാളിൽ ദത്താത്രേയ സ്വാമി ജനിച്ചു. ഈ ദിവസം ഗുരുവിനെ പൂജിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള ദത്താത്രേയ സ്വാമിയുടെ സന്നിധാനമുണ്ടെങ്കിൽ അവിടെ പോയി ഒരു നമസ്കാരം ചെയ്യുക. അതുപോലെ ഈ മാർഗശീർഷ പൗർണമിയെ കോരല പുണ്ണമി എന്നും പറയും. ഈ പൗർണമി ദിവസം പ്രഭാതത്തിൽ ഒരു കാര്യം ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നായ്ക്കൾക്ക് റൊട്ടികളും ചപ്പാത്തികളും കൊടുക്കുന്നവർ അത് കടിച്ചു കൊടുക്കാറുണ്ട്. കാരണം കാർത്തിക മാർഗശീർഷ മാസങ്ങൾ യമദൃഷ്ടികളാണ്. ഈ സമയത്ത് യമൻ കോരലുകൾ തുറന്നിരിക്കും. ഈ സമയത്ത് മരണങ്ങൾ കൂടുതലായി സംഭവിക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലാണ് പലരും മരിക്കുന്നത്. കാരണം ഈ സമയത്ത് യമൻ കോരലുകൾ വരും. ഇത്തരം അപമൃത്യു ദോഷങ്ങൾ ഒഴിവാക്കാൻ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് മുതിർന്നവർ പറയാറുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകണം. നായ്ക്കൾക്ക് ഒരു തവണ ഭക്ഷണം നൽകിയാൽ പോലും അവ ആ വ്യക്തിയെ മറക്കില്ല. ഒരു തവണ നായ്ക്ക് ഭക്ഷണം നൽകിയാൽ അടുത്ത തവണ നിങ്ങളെ കാണുമ്പോൾ ആ നായ വാൽ ആട്ടുകയും നിങ്ങളെ തിരിച്ചറിയുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണം നായ്ക്ക് നൽകിയാൽ അത് ആ വ്യക്തിയെ ഒരിക്കലും മറക്കില്ല. ആ നായ പിന്നീട് ആ വ്യക്തിയെ കടിക്കില്ല. അപകടങ്ങൾ കുറയും. അതുകൊണ്ടാണ് മാർഗശീർഷ പൗർണമി ദിവസം നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത്. ചില പ്രദേശങ്ങളിൽ ചപ്പാത്തികളും റൊട്ടികളും നൽകാറുണ്ട്. മറ്റു ചില പ്രദേശങ്ങളിലുള്ളവർ കുടുമകൾ നൽകാറുണ്ട്. ഈ കോരല പൗർണമി ദിവസം വിവാഹിതരായ സ്ത്രീകൾ നായ്ക്കൾക്ക് ചപ്പാത്തികളോ റൊട്ടികളോ കുടുമകളോ നൽകിയാൽ ഭർത്താവിനുള്ള അകാലമരണ ദോഷങ്ങൾ നീങ്ങുമെന്നും ഭർത്താവിന് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നും പണ്ഡിതന്മാർ പറയുന്നു. ഇത് നൽകാൻ കഴിയാത്തവർക്ക് ഈ ദിവസം കുറച്ച് ചോറിൽ തൈര് ചേർത്ത് ഉപ്പില്ലാതെ ആ തൈര് ചോറ് നൽകിയാലും അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കുമെന്നും അകാലമരണ ദോഷങ്ങൾ മാറുമെന്നും പറയുന്നു. അപമൃത്യു ദോഷങ്ങൾ ഇല്ലാതാകും. ഐശ്വര്യം സിദ്ധിക്കും. ഒന്നുമില്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ആഹാരം നൽകിയാൽ പോലും വലിയ നല്ല കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് വീട്ടിലെല്ലാവരും നായ്ക്കൾക്ക് ആഹാരം നൽകിയില്ലെങ്കിൽ പോലും വീട്ടമ്മ മാത്രം നിർബന്ധമായും നൽകണമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. സാധിക്കുമെങ്കിൽ കുട്ടികളും ഭർത്താവും എല്ലാവരും ചേർന്ന് നായ്ക്കൾക്ക് ഏതെങ്കിലും ഒരു ആഹാരം നൽകുക. വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കല്ല, റോഡിലൂടെ നടക്കുന്ന നായ്ക്കൾക്ക് മാത്രം നൽകണം. ഇങ്ങനെ നായ്ക്കൾക്ക് ആഹാരം നൽകുന്നതിലൂടെ നിങ്ങൾക്ക് അപമൃത്യു ദോഷങ്ങൾ ഉണ്ടാകില്ല. വീട്ടിൽ എല്ലാ ശുഭങ്ങളും സംഭവിക്കും. പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ നായ്ക്കൾക്ക് ആഹാരം നൽകാൻ ഒരിക്കലും മറക്കരുത്. ഈ പൗർണമി ദിനത്തിലാണ് ദത്തജയന്തി ആഘോഷിക്കുന്നത്.
ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ദത്താവതാരം ആറാമത്തെ അവതാരമാണ്. ഈ ദത്തരൂപം അസാധാരണമാണ്. ത്രിമൂർത്തികളുടെ ലക്ഷണങ്ങളും ത്രിമൂർത്തികളുടെ തത്വങ്ങളും ഒന്നിച്ചു ചേർന്നാണ് ദത്താവതാരം ഉണ്ടായതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഹിന്ദു പഞ്ചാംഗം അനുസരിച്ച് എല്ലാ വർഷവും മാർഗശീർഷ് മാസത്തിലെ ശുദ്ധ പൂർണിമ നാളിൽ ദത്താത്രേയ ജയന്തി ഇന്ത്യയിലുടനീളം ഗംഭീരമായി ആഘോഷിക്കുന്നു. ഈ ദത്താത്രേയനെ ശിവൻ, ബ്രഹ്മാവ്, മഹേശ്വരൻ എന്നിവരുടെ അവതാരമായി കണക്കാക്കുന്നു. എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഭക്തർ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നേടുന്നതിനായി ദത്തനെ ആരാധിക്കുന്നു. പുരാണങ്ങൾ അനുസരിച്ച് മാർഗശീർഷ് പൂർണിമ നാളിൽ അത്രി അനസൂയ ദമ്പതികൾക്ക് ത്രിമൂർത്തികളുടെ വരത്തിന്റെ ഫലമായി ദത്തൻ ജനിച്ചു. ദത്തം എന്നാൽ നൽകിയവർ എന്ന അർത്ഥം. അത്രിയുടെ പുത്രനായതുകൊണ്ട് ആത്രേയൻ എന്നായി. ഇന്ന് പുണ്യനദികളിൽ കുളിച്ച് ദത്താത്രേയനെ പൂജിച്ചാൽ നല്ല ആയുരാരോഗ്യങ്ങൾ ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുപോലെ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്താൽ തീർച്ചയായും നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് പണ്ഡിതർ പറയാറുണ്ട്. ദത്തജയന്തി ഉച്ചയ്ക്ക് പകരം പൗർണമി രാത്രിയിൽ ആഘോഷിക്കുന്നതാണ് നല്ലതെന്ന് മുതിർന്നവർ പറയുന്നു. പൗർണമി നാളിൽ ദത്തനെ പാലിൽ അഭിഷേകം ചെയ്ത് മനസ്സിലെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചാൽ വിജയങ്ങൾ കൈവരും. ദത്താത്രേയ സ്വാമിയെ പൂജിച്ചാൽ ഭൂതപ്രേത പിശാചുക്കൾ ഉപദ്രവിക്കില്ല, ഗുരുഗ്രഹദോഷങ്ങൾ ഒഴിഞ്ഞുപോകും. ദത്താത്രേയ സ്വാമിയെ പൂജിച്ചാൽ വിദ്യാർത്ഥികൾക്ക് സ്വാമിയുടെ അനുഗ്രഹത്താൽ പഠനം നന്നായി വരും. സപ്തർഷികളിൽ ഒരാളായ അത്രി മഹർഷിക്കും അനസൂയ ദമ്പതികൾക്കും മാർഗശീർഷ് പൗർണമി ദിനത്തിൽ ത്രിമൂർത്തികളുടെ അംശമായി ദത്താത്രേയൻ ജനിച്ചു. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് സൃഷ്ടിക്ക് മുൻപ് അത്രിയെ സൃഷ്ടിച്ചു. അത്രി മഹാതപസ്വിയായിരുന്നു. അത്രിക്ക് കർദം പ്രജാപതിയുടെ മകളായ അനസൂയുമായി വിവാഹം നടക്കുന്നു. അനസൂയ മഹാപതിവ്രതയായി പേരെടുത്തു. ഒരു തവണ ത്രിമൂർത്തികൾ മനുഷ്യരൂപത്തിൽ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ വന്നു. അവർ ആശ്രമത്തിൽ കാലെടുത്ത് വെച്ചപ്പോൾ ഭൂമി പുളകിതമായി. മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെ ആർത്തുവിളിച്ചു. പൂക്കൾ നിറഞ്ഞ മരച്ചില്ലകൾ ആനന്ദത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും ആടി. മനോഹരമായ അന്തരീക്ഷത്തിൽ സന്തോഷത്തോടെ കളിക്കുന്ന യശി ബാലനെ കണ്ട ത്രിമൂർത്തികൾ നമ്മളും കുറച്ചുകാലം അത്രിയുടെ ആശ്രമത്തിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചു. ആശ്രമത്തിലെത്തിയ അതിഥികളെ അത്രി ദമ്പതികൾ എല്ലാ ആചാരങ്ങളോടും കൂടി സൽക്കരിക്കാൻ ക്ഷണിച്ചു. എന്നാൽ ആതിഥ്യം സ്വീകരിക്കാൻ ത്രിമൂർത്തികൾ ഒരു നിബന്ധന വെച്ചു. അനസൂയ ശരീരത്തിൽ വസ്ത്രങ്ങളില്ലാതെ നഗ്നയായി വിളമ്പണമെന്ന് നിബന്ധന വെച്ചു. വന്നവർ സാക്ഷാൽ ത്രിമൂർത്തികളാണെന്ന് മനസ്സിലാക്കിയ അനസൂയ തന്റെ മന്ത്രശക്തിയാൽ ത്രിമൂർത്തികളെ അവരെ പിഞ്ചുകുഞ്ഞുങ്ങളാക്കി മാറ്റി ആശ്രമത്തിൽ കുളിപ്പിച്ച് വിശപ്പകറ്റുന്നു. ആശ്രമത്തിൽ ത്രിമൂർത്തികൾ സന്തോഷത്തോടെ കഴിയുന്നു. സരസ്വതി, ലക്ഷ്മി, പാർവതിമാർ ഭർത്താക്കന്മാരെ തേടി അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു. പിഞ്ചുകുഞ്ഞുങ്ങളായിരുന്ന തങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചറിയാനാകാതെ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് യഥാർത്ഥ രൂപം നൽകണമെന്ന് അനസൂയ ദേവിയോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അനസൂയ തന്റെ മന്ത്രശക്തിയാൽ ത്രിമൂർത്തികൾക്ക് യഥാർത്ഥ രൂപം നൽകുന്നു. അത്രി ദമ്പതികളുടെ ഭക്തിയും അവർ കാണിച്ച പുത്ര വാത്സല്യത്തിലും സന്തുഷ്ടരായ ത്രിമൂർത്തികൾ തങ്ങളുടെ അംശങ്ങളായി 3 കുട്ടികളായി ജനിക്കാൻ വരങ്ങൾ നൽകുന്നു. പിന്നീട് മഹാതപസ്വി സമ്പന്നനായ അത്രി മഹർഷിയുടെ നേതൃത്വത്തിൽ നിന്ന് ബ്രഹ്മചന്ദ്രനായി ജനിക്കുന്നു. അനസൂയയുടെ ഗർഭത്തിൽ ശ്രീ മഹാവിഷ്ണു ദത്താത്രേയനായും പരമേശ്വരൻ ദുർവാസ മഹർഷിയായും ജനിക്കുന്നു. ശ്രീ മഹാവിഷ്ണുവിന്റെ അംശമായി ജനിച്ച ദത്താത്രേയനിൽ ബ്രഹ്മാവിന്റെയും മഹേശ്വരന്റെയും ശക്തിയും പ്രവേശിച്ച് ദത്താത്രേയൻ മഹാജ്ഞാനിയായി മാറുന്നു. മാർഗശീർഷ് മാസം വളരെ മഹത്തായ മാസമാണ്. ഈ മാസത്തിൽ ഭക്തിയോടെ ലക്ഷ്മിദേവിയെ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് മാർഗശീർഷ് വ്യാഴാഴ്ചകളിൽ ലക്ഷ്മീവാര വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. ലക്ഷ്മിദേവിയെ നന്നായി പൂജിക്കുന്നു.
ഈ മാർഗശീർഷ് മാസത്തിന്റെ മധ്യത്തിൽ വരുന്നതാണ് മാർഗശീർഷ് പൗർണമി. അതായത് മാർഗശീർഷ് മാസം മൊത്തം 30 ദിവസമാണ്. കൃത്യമായി മധ്യത്തിൽ 15 ദിവസമാണ് പൗർണമി വരുന്നത്. ഈ മാർഗശീർഷ് പൗർണമി വളരെ പവിത്രവും ശക്തിയുള്ളതുമാണ്. ഈ പൗർണമിയെ കോരള പൗർണമി എന്നും വിളിക്കുന്നു. ഈ ദിവസം ദത്തജയന്തി ആഘോഷിക്കുന്നു. അതിലുപരി ഈ പൗർണമി ഞായറാഴ്ചയോടൊപ്പമാണ് വരുന്നത്. ഇങ്ങനെ ഒന്നിച്ചു വരുന്ന ദിവസത്തിന് വളരെയധികം ശക്തികളുണ്ടാകും. അതുകൊണ്ട് ഈ പൗർണമി വളരെ ശക്തിയുള്ളതാണ്. ഈ പൗർണമി ദിവസം നിങ്ങൾ രാവിലെ ഉണർന്ന് കുളിച്ച് വീട് വൃത്തിയാക്കി വീടിന്റെ മുന്നിൽ കോലമിട്ട് വാതിൽപ്പടിയിൽ മഞ്ഞൾ തേച്ച് കുങ്കുമം തൊട്ട് അതിനുശേഷം ലക്ഷ്മിദേവിയെ പൂജിച്ച് ദധ്യോജനമോ പൊങ്കലോ നിവേദിക്കുക. മാർഗശീർഷ് മാസത്തിൽ ഈ ഒരു പൗർണമി ദിവസം ഇങ്ങനെ ലക്ഷ്മിദേവിയെ പൂജിച്ചാൽ ഈ മാസം മുഴുവൻ പൂജിച്ചതിന്റെ ഫലം ലഭിക്കും. അതുകൊണ്ട് സ്ത്രീകൾ ഇന്ന് ലക്ഷ്മിദേവിയെ ആരാധിക്കണം. ദധ്യോജനം അല്ലെങ്കിൽ പൊങ്കൽ നിവേദിച്ച് ആ പ്രസാദം നിങ്ങളുടെ കുടുംബം മുഴുവൻ സ്വീകരിക്കുക. ഇങ്ങനെ ചെയ്താൽ ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാം നല്ലതായി വരും. ഈ പൗർണമി ദിവസം ഒരു പ്രത്യേക വൃക്ഷത്തെ തൊട്ടാൽ മതി, അഷ്ടദാരിദ്ര്യങ്ങൾ നീങ്ങി ഐശ്വര്യങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. കാരണം ഹിന്ദുക്കൾ എല്ലാ ജീവികളിലും ദൈവത്തെ കാണുന്നു. അതുകൊണ്ടാണ് പശുക്കൾ പോലുള്ള പൂജനീയ മൃഗങ്ങളായത്. അതുപോലെ ചില പർവ്വതങ്ങൾ പുണ്യസ്ഥലങ്ങളായി മാറി, ചില നദികൾ പുണ്യനദികളായി മാറി. അവയ്ക്ക് ആ പവിത്രത എങ്ങനെ വന്നുവെന്ന് വിശദീകരിക്കുന്ന കഥകളും പുരാണങ്ങളിൽ ഉണ്ട്. അതുപോലെ വൃക്ഷങ്ങളിലും ദൈവത്തെ കണ്ടു. ചില വൃക്ഷങ്ങളിൽ ദേവതാ വൃക്ഷങ്ങൾ ഉണ്ട്. യഥാർത്ഥത്തിൽ വൃക്ഷങ്ങൾ ഭൂമിയിൽ സൗരോർജം ആഗിരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവ നമുക്ക് കായ്കൾ, പഴങ്ങൾ, പൂക്കൾ, ഔഷധങ്ങൾ നൽകുന്നതിനോടൊപ്പം വിറക് പോലുള്ളവ നൽകി മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വളരെയധികം സഹായിക്കുന്നു ഉണ്ട്. എന്നാൽ വൃക്ഷങ്ങൾക്ക് മനുഷ്യരെ പോലെ സന്തോഷവും ദുഃഖവും ഉണ്ടാകുമെന്ന് മനു പറഞ്ഞു. അത് ആധുനിക വിജ്ഞാനശാസ്ത്രപരമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഋഷിമാരും ചില വൃക്ഷങ്ങളെ പവിത്രമായി കണക്കാക്കിയിരുന്നു. ആര്യന്മാർ മരങ്ങളോടൊപ്പം മഹാപ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. ദേവതാ വൃക്ഷങ്ങളായി കണക്കാക്കുന്ന ചിലതിന് അത്ഭുതകരമായ ഔഷധശക്തികളുണ്ടെന്നത് പ്രത്യേകതയാണ്. വർഷങ്ങളായി മാറാത്ത കഠിനമായ രോഗങ്ങളും ഔഷധങ്ങളാൽ കുറയും. എന്നാൽ ചില സസ്യങ്ങളെ സ്പർശിച്ചാൽ ദൗർഭാഗ്യവും ദാരിദ്ര്യവും ഇല്ലാതാകുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. മാത്രമല്ല, ചിലതരം സസ്യങ്ങളുടെ അടുത്തു പോയി നിന്നാൽ മാത്രം മതി മനഃശാന്തി ലഭിക്കും. മറ്റു ചിലതരം സസ്യങ്ങളുടെ അടുത്ത് പോയി ശ്വാസമെടുക്കുകയാണെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുമെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. അതുകൊണ്ട് സസ്യങ്ങൾ വളരെ സവിശേഷമായവയാണ്. ഓരോ ചെടിയും മഹത്തരമാണ്. അതിൻ്റേതായ പ്രത്യേകത അതിനുണ്ടാകും. ഈ ഭൂമിയിൽ പ്രയോജനമില്ലാത്ത ചെടി എന്നൊന്നില്ല. നമ്മൾ കളകളായി കാണുന്ന ചെടികളിൽ നിന്നാണ് ആയുർവേദത്തിൽ ചിലതരം മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഒരുതരം ചെടിക്ക് ഓരോതരം പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് മരങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ നമ്മുടെ ഋഷിമാർ മരങ്ങളെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കിയത്. മരങ്ങളെ പൂജിക്കാൻ അവർ പറഞ്ഞു. ഈ പൗർണമി ദിവസം പ്രത്യേകമായി മാവിനെ സ്പർശിച്ചാൽ മതി, തലമുറകളോളം നിലനിൽക്കുന്ന ഐശ്വര്യം വരുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് അത്യധികം ശക്തിയുള്ള ഈ ദിവസം നിങ്ങൾ മാവിനെ സ്പർശിച്ചാൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കാത്ത രാജയോഗം ലഭിക്കും. നമ്മുടെ ഹിന്ദു പാരമ്പര്യത്തിൽ മാവിന് വളരെ പ്രാധാന്യമുണ്ട്. മാവ് ഒരു ദിവ്യവൃക്ഷമാണ്. രാമായണം, മഹാഭാരതം, മറ്റു പുരാണങ്ങൾ എന്നിവയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മാമ്പഴം സ്നേഹം, ഫലഭൂയിഷ്ഠത, ക്ഷമ എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഒരു ശുഭകാര്യവും മാവില തോരണങ്ങൾ കെട്ടാതെ ആരംഭിക്കാറില്ല.
കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലെ മലിനീകരണം ഇല്ലാതാക്കാൻ ഈ ഇലകൾക്ക് കഴിവുണ്ടെന്ന് നമ്മുടെ പൂർവികർ പറയാറുണ്ട്. വേദങ്ങളിൽ മാമ്പഴത്തെ സ്വർഗത്തിലെ ഫലം എന്നും പറയുന്നു. ഭാഗവതത്തിൽ മന്ദരപർവ്വതത്തിൽ ഒരു മാവുണ്ടെന്ന് പറയുന്നു. ഒരിക്കൽ ശിവൻ കോപിച്ച് പാർവതി ദേവിയെ ശപിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്ന് പാർവതി ദേവി ഒരു മാവിൻ ചുവട്ടിൽ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ചതായി പുരാണങ്ങൾ പറയുന്നു. അതുകൊണ്ട് മാവിനെ ഹിന്ദുക്കൾ ഒരു പുണ്യവൃക്ഷമായി ആരാധിക്കുന്നു. ഇന്ന്, അതായത് ഈ പൗർണമി ദിവസം, മാവിനെ തൊട്ടാൽ മാത്രം മതി നിങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഇല്ലാതാകും. ഐശ്വര്യങ്ങൾ ലഭിക്കും. ഇന്ന് എവിടെ മാവ് കണ്ടാലും ആ മരത്തിന് ഒരു ചെമ്പുപാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം മരത്തെ നമസ്കരിച്ച് 11 തവണ ആ മരത്തെ സ്പർശിക്കുക. അങ്ങനെ സ്പർശിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ ആ ആഗ്രഹം വേഗത്തിൽ സഫലമാകും. ഇങ്ങനെ ചെയ്ത ശേഷം ആ മരത്തിന്റെ അടുത്ത്, അതായത് ആ മരത്തിന്റെ ചുവട്ടിൽ കുറച്ചുനേരം ഇരുന്നിട്ട് വീട്ടിലേക്ക് പോകുക. ഇതെല്ലാം ചെയ്തില്ലെങ്കിലും ഈ അത്ഭുതകരമായ ദിവസം ആരെങ്കിലും മാവിനെ സ്പർശിച്ചാൽ ആ മരത്തിലൂടെ അതിലെ അത്ഭുത ശക്തികൾ നിങ്ങളിലേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ ദശ മാറും. സകല ദേവതകളും അനുഗ്രഹിക്കും. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ശക്തികളെ ഈ മരം വലിച്ചെടുക്കും. നല്ല പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് നൽകും. ഇങ്ങനെ ഇന്ന് ചെയ്താൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി തലമുറകളോളം അക്ഷയമായ ഐശ്വര്യം ഉണ്ടാകും. ഏറ്റവും മികച്ച ഔഷധ ഗുണങ്ങളുള്ള വൃക്ഷങ്ങളിൽ മാവ് ഒന്നാണ്. ആ കാര്യം പണ്ടുകാലം മുതലേ ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞ് അതിനെ ഒരു പുണ്യ വൃക്ഷമായി കണ്ട് പൂജിക്കാൻ തുടങ്ങി. ഈ വൃക്ഷം പഴങ്ങൾ നൽകുന്ന വൃക്ഷം മാത്രമല്ല, സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ സ്വരൂപമാണെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. ലക്ഷ്മീദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട വൃക്ഷങ്ങളിൽ മാവ് ഒന്നാണ്. ഇതിനെ കൽപ്പവൃക്ഷത്തിന് തുല്യമായി കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുന്ന കാമധേനുവിന് തുല്യമാണിത്. ഈ മാവ് പാലാഴി മഥന സമയത്ത് ചില പ്രത്യേക വസ്തുക്കളിൽ മാമ്പഴവും ഒന്നാണെന്നും അതുകൊണ്ടാണ് ഇത് ദേവന്മാർക്ക് പ്രിയപ്പെട്ടതാണെന്നും ഒരു വിശ്വാസമുണ്ട്. യജ്ഞ യാഗങ്ങളിൽ പൂർണ്ണാഹുതി നൽകുമ്പോൾ മാമ്പഴം സമിധകളായി ഉപയോഗിക്കാറുണ്ട്. അഗ്നിദേവന് സമർപ്പിക്കുന്നതിലൂടെ ദേവന്മാർ തൃപ്തരാകുമെന്നും യജമാനൻ ആയുസ്സും ആരോഗ്യവും സിദ്ധിക്കുമെന്നും വേദപണ്ഡിതന്മാർ പറയാറുണ്ട്. ഉണങ്ങിയ മാമ്പഴം കമ്പുകൾ കൊണ്ട് ഹോമം ചെയ്താൽ ഉണ്ടാകുന്ന പുക വീടിനെ ശുദ്ധീകരിക്കുമെന്നും ഒരുതരം കൃമികീടങ്ങളും വൈറസുകളും അടുക്കില്ലെന്നും ആയുർവേദവും പറയുന്നു. ഇത്രയും പവിത്രമായ മാമ്പഴമരത്തെ ഇന്ന് തൊടുന്നത് നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന വൃക്ഷം മാമ്പഴ വൃക്ഷമാണ്. മരിച്ചതിനു ശേഷം നരകയാതനകൾ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പൗർണമി ദിവസം നിങ്ങൾ തീർച്ചയായും മാമ്പഴ വൃക്ഷത്തെ തൊടുക. ശുഭഫലങ്ങൾ നേടുക. ഈ പൗർണമി ദിവസം അന്നപൂർണ ജയന്തിയും ആഘോഷിക്കാറുണ്ട്. ശ്രീ അന്നപൂർണാദേവി അന്നം പ്രസാദിക്കുന്ന മാതൃമൂർത്തിയാണ്. അന്നം പരബ്രഹ്മ സ്വരൂപമാണ്. അന്നം സർവ്വജീവികളുടെയും ആധാരമാണ്. അന്നമില്ലാതെ ജീവികൾക്ക് നിലനിൽപ്പില്ല. അന്നപൂർണാദേവിയുടെ ഇടത് കൈയിലുള്ള സ്വർണം പാത്രത്തിലുള്ള അമൃത അന്നം വജ്രങ്ങൾ പതിച്ച തവികൊണ്ട് സാക്ഷാൽ ഈശ്വരൻ ഭിക്ഷ നൽകുന്ന വിഷയം അത്ഭുതകരമാണ്. ഒരു ശുഭദിനത്തിൽ അമ്മയും അച്ഛനും കൈലാസ് ശിഖരത്തിൽ സുഖമായി ഇരിക്കുമ്പോൾ പതിവ് പോലെ പാർവതിദേവി ശിവനോട് പ്രകൃതി പുരുഷന്മാരിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് ചോദിച്ചു. അപ്പോൾ ശുദ്ധ സത്വമായ പുരുഷനിലൂടെയാണ് പ്രകൃതിക്ക് അസ്തിത്വമുള്ളതെന്ന് ശിവൻ പറഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ ചെറിയ വാദപ്രതിവാദങ്ങൾ നടന്നു. ഒടുവിൽ അമ്മ പ്രകൃതിയുടെ സ്വാധീനം അറിയിക്കാൻ തീരുമാനിച്ച് തന്റെ ശക്തിയെ ഉപസംഹരിച്ച് അന്തർധാനം ചെയ്യുന്നു. അതോടെ പോഷണമില്ലാതെ ലോകങ്ങളെല്ലാം അലങ്കോലമാകുന്നു. എന്നാൽ തന്റെ ദൃഷ്ടിയിൽ ജീവികളെല്ലാം വിശന്നു വലയുന്നത് സഹിക്കാനാവാതെ ദേവി കാശി പട്ടണത്തിൽ സ്വയം പാചകം ചെയ്ത് കോടിക്കണക്കിന് ജീവികൾക്ക് ഭക്ഷണം നൽകാൻ തുടങ്ങി. ലോകം മുഴുവൻ വിശപ്പ് സഹിക്കാനാവാതെ ആഹാകാരങ്ങൾ മുഴക്കുമ്പോൾ തന്നെ
വിശ്വസിച്ചവരുടെ ദുരിതം കാണാൻ കഴിയാതെ വിശപ്പും ദാഹവുമില്ലാത്ത നിത്യ ആനന്ദ സ്വരൂപനായ ശിവൻ ഭിക്ഷാടനത്തിനായി ഭിക്ഷാപാത്രം എടുത്ത് കാശിയിലേക്ക് പോയി അന്നപൂർണയുടെ കയ്യിൽ നിന്ന് അന്നം സ്വീകരിക്കുന്നു. അപ്പോൾ ഇരുവരിൽ ആരാണ് വലിയതെന്ന് പറയാൻ കഴിയില്ലെന്നും പ്രകൃതിയും പുരുഷനും എല്ലാ കാര്യങ്ങളിലും തുല്യരാണെന്നും പ്രഖ്യാപിച്ച് വീണ്ടും കൈലാസത്തിലേക്ക് പോയി. അങ്ങനെ കാശിയിൽ അന്നപൂർണയായി അമ്മയുടെ ശക്തി നിലകൊണ്ടു. ഇത് വളരെ ശക്തിയുള്ള ദിവസമാണ്. ഇന്ന് ഒരു ചെമ്പരത്തി ഇലകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി, ദരിദ്രനും ആഗ്രഹിക്കുന്നത്ര ധനം ലഭിക്കും. അതുമാത്രമല്ല, ആവശ്യമുള്ളത്ര ധനത്തോടൊപ്പം സ്വർണം വാങ്ങാനുള്ള യോഗങ്ങളും സിദ്ധിക്കും. ചെമ്പരത്തി ഇലകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ പരിഹാരം ചെയ്താൽ സ്വർണവും ആഭരണങ്ങളും വാങ്ങിക്കൊണ്ടേയിരിക്കും. വളരെ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര സ്വർണം വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പൗർണമി ദിവസം ചെമ്പരത്തി ഇലകൊണ്ട് ഈ ചെറിയ പ്രതിവിധി ചെയ്യുക. ഈ പ്രതിവിധി ചെയ്യുന്നത് വഴി വളരെ നല്ല ഫലങ്ങൾ ലഭിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളും ഈ പ്രതിവിധി ചെയ്യുക. ധാരാളം സ്ത്രീകൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വാങ്ങാൻ കയ്യിൽ പണമില്ല. ഒരുപക്ഷെ ഉണ്ടെങ്കിൽ പോലും ഭർത്താവോ വീട്ടിലുള്ളവരോ വാങ്ങാൻ അനുവദിക്കില്ല. അതുകൊണ്ട് സ്വർണം വാങ്ങാൻ ആഗ്രഹമുണ്ടായിട്ടും വാങ്ങാൻ കഴിയാതെ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് കാണുമ്പോൾ എനിക്കും അത്രയും സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനെ മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും സ്വർണത്തോട് താൽപ്പര്യമുണ്ട്. ചിലർ സ്വർണത്തിൽ ദുർഭൂതങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ സ്വർണം വാങ്ങരുതെന്ന് പറയുന്നത്. ഇതിൽ സത്യമില്ലാതില്ല. എന്നാൽ അധർമ്മം ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് വാങ്ങിയ സ്വർണത്തിൽ കലിപുരുഷൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അനീതികളും അക്രമങ്ങളും മോഷണങ്ങളും ചെയ്ത് ഒരാളെ വേദനിപ്പിച്ച് സമ്പാദിച്ച ധനം കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ വയറ്റത്തടിച്ച് സമ്പാദിച്ച ധനം കൊണ്ടോ വാങ്ങിയ സ്വർണത്തിൽ കലിപുരുഷൻ ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. അങ്ങനെ ഒരിക്കലും അന്യായമായി സമ്പാദിക്കരുത്. അങ്ങനെയുള്ളതുകൊണ്ട് സ്വർണം വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഒരുപോലെയാണ്. എപ്പോഴും നമ്മൾ ധർമ്മബദ്ധമായി ധനം സമ്പാദിക്കണം. നമ്മുടെ കഷ്ടപ്പാടുകൊണ്ട് ധനം സമ്പാദിക്കണം. നമ്മളെല്ലാവരും സാധാരണയായി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ധനം സമ്പാദിക്കുന്നു. ഇങ്ങനെയുള്ള ധനം കൊണ്ട് സ്വർണം വാങ്ങിയാൽ ആ സ്വർണത്തിൽ കലിപുരുഷൻ ഉണ്ടാകില്ല. ഈ കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് സ്ത്രീകൾക്ക് ധൈര്യമായി സ്വർണം വാങ്ങാം. ആ സ്വർണവും പരിമിതമായി വാങ്ങണം. എപ്പോഴെങ്കിലും വിശേഷാവസരങ്ങളിൽ പോകുമ്പോൾ സ്വർണം ധരിക്കണം. അല്ലാതെ എല്ലാ ദിവസവും ശരീരം മുഴുവൻ സ്വർണം ധരിക്കരുത്. സ്വർണം വാങ്ങാം, പക്ഷേ അതിനോട് അമിതമായ സ്നേഹം വളർത്തരുത്. സാധാരണയായി എല്ലാ സ്ത്രീകളും സ്വർണം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ആരുടെ കയ്യിലാണോ കൂടുതൽ സ്വർണമുള്ളത് അവരെ അത്രയും ധനികരായി കണക്കാക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് ബഹുമാനം ലഭിക്കുന്നത്. അതുകൊണ്ട് തങ്ങളും ധനികരായി കണക്കാക്കപ്പെടണമെന്ന് സ്ത്രീകൾ കൂടുതൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എല്ലാവർക്കും സ്വർണം വാങ്ങാൻ കഴിയില്ല. ഇങ്ങനെ സ്വർണം വാങ്ങാൻ കഴിയാത്തവരെല്ലാം പൗർണമി ദിവസം ചെമ്പരത്തി ഇല കൊണ്ട് ഒരു പരിഹാരം ചെയ്താൽ മതി. ആഭരണങ്ങളും സ്വർണവും വാങ്ങാനുള്ള യോഗം ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. ഈ സ്വർണം സ്ത്രീകൾക്ക് മാത്രമല്ല, സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്കും ചെയ്യാം. അപ്പോൾ പൗർണമി ദിവസം ചെമ്പരത്തി ഇല കൊണ്ട് എന്തു ചെയ്താൽ സ്വർണവും ആഭരണങ്ങളും വാങ്ങാനുള്ള യോഗങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. വരാനിരിക്കുന്ന പൗർണമി വളരെ ശക്തമായതാണ്. ഞായറാഴ്ച ദിവസം പൗർണമി തിഥി ഒരുമിച്ച് വന്നാൽ അതിനെ വളരെ ശക്തമായതായി കണക്കാക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ദിവസം ചെമ്പരത്തി ഇല കൊണ്ട് ചെറിയൊരു പരിഹാരം ചെയ്താൽ ആഗ്രഹിക്കുന്നത്ര സ്വർണം വാങ്ങാൻ കഴിയും. കാരണം ചെമ്പരത്തി ചെടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചെമ്പരത്തി ഇലയ്ക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള ശക്തിയുണ്ട്. സ്വർണത്തെ
ആകർഷിക്കാനുള്ള ശക്തിയുണ്ട്. ചെമ്പരത്തി ഇലകൾ, ചെമ്പരത്തി പൂക്കൾ, ചെമ്പരത്തി ചെടി എല്ലാം വളരെ ശക്തമായതാണ്. ആരുടെ വീട്ടിലാണോ ചെമ്പരത്തി ചെടി വളർത്തുന്നത്, അവരുടെ വീട്ടിൽ ലക്ഷ്മിദേവി സ്ഥിരമായി വസിക്കും. അധികം കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല. അതുമാത്രമല്ല, ചെമ്പരത്തി ചെടി കാറ്റിനെയും പൊടിയെയും വീടിനുള്ളിലേക്ക് വരാതെ തടയും. നമുക്ക് വീട്ടിൽ വളർത്താൻ സൗകര്യപ്രദമായ പൂച്ചെടികളിൽ ചെമ്പരത്തി ചെടിയും ഒന്നാണ്. ഈ ചെടിക്ക് എല്ലാ കാലങ്ങളിലും പൂക്കൾ ഉണ്ടാകും. ചെമ്പരത്തി ചെടി പൂവിടുമ്പോൾ കാണാൻ വളരെ മനോഹരമായിരിക്കും. ഈ ചെടി എത്ര പൂക്കൾ ഉണ്ടാക്കുന്നുവോ അത്രയും സമ്പത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് മുതിർന്നവർ പറയാറുണ്ട്. ദേവത പൂജയ്ക്കും നമ്മൾ ചെമ്പരത്തി പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ദേവതാ വൃക്ഷങ്ങളിൽ ചെമ്പരത്തി ചെടികൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന 5 ദേവതാ വൃക്ഷങ്ങളിൽ ചെമ്പരത്തിയും ഒന്നാണ്. കൂടാതെ ചുവന്ന ചെമ്പരത്തിപ്പൂവ് തലയിൽ വെക്കുന്നത് സ്ത്രീകൾക്ക് ദീർഘസുമംഗലിയായിരിക്കാൻ സഹായിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. ചെമ്പരത്തിപ്പൂക്കൾ കൊണ്ട് കെട്ടിയ മാലകൾ ദേവതാരാധനയ്ക്ക് ഉപയോഗിക്കാം. ചെമ്പരത്തി ചെടിക്ക് ആത്മീയപരമായ പ്രയോജനങ്ങൾ മാത്രമല്ല, ആയുർവേദപരമായ നിരവധി ഉപയോഗങ്ങളുമുണ്ട്. അതുകൊണ്ട് ചെമ്പരത്തിച്ചെടി വീട്ടിൽ വളർത്തുന്നത് ആരോഗ്യപരമായും ആത്മീയപരമായും പ്രയോജനങ്ങൾ നൽകും. എന്നിരുന്നാലും ഇത്രയധികം പ്രത്യേകതകളുള്ള ചെമ്പരത്തി ചെടിയുടെ ഇലകൊണ്ട് ഈ പൗർണമി ദിവസം ഒരു പരിഹാരം ചെയ്താൽ മതി. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൊണ്ടേ ഇരിക്കും. ആവശ്യമുള്ളത്ര സ്വർണം വാങ്ങാനുള്ള യോഗങ്ങൾ വരുമെന്ന് മുതിർന്നവർ പറയുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഈ പൗർണമി ദിവസം അടുത്തുള്ള ചുവന്ന ചെമ്പരത്തി ചെടിയുടെ അടുത്ത് പോയി ആദ്യം ഒരു നമസ്കാരം ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം ചെമ്പരത്തി ചെടിക്ക് ഒഴിച്ച് ഒരു ചെമ്പരത്തി ഇല പറിക്കുക. വലിയ വലുപ്പമുള്ള ഇല പറിച്ചെടുക്കുക. അതിനുശേഷം ഈ ഇലയെടുത്ത് പൂജ മുറിയിലേക്ക് പോയി ഇഷ്ടദേവന്റെ മുന്നിൽ ഈ ഇല വയ്ക്കുക. ഇപ്പോൾ മഞ്ഞളും അരിയും ചേർത്ത് അക്ഷതങ്ങൾ തയ്യാറാക്കുക. ഒരു പിടി അക്ഷതങ്ങൾ മതി. ഈ അക്ഷതങ്ങൾ ഇലയിൽ അതിലേക്ക് ഒഴിക്കുക. അതായത് ഇലയിൽ എത്ര അക്ഷതങ്ങൾ വീഴുന്നുവോ അത്രയും അക്ഷതങ്ങൾ ഇടുക. ഇങ്ങനെ അക്ഷതങ്ങൾ ഇട്ട ശേഷം അതിനു മുകളിൽ ഒരു മഞ്ഞ നിറമുള്ള പുഷ്പം വെക്കുക. അതായത് ചെമ്പരത്തി, മഞ്ഞ, റോസ്, ബന്ദി, ഇങ്ങനെ ഏതെങ്കിലും ഒരു മഞ്ഞ നിറമുള്ള പുഷ്പം വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം മനസ്സുരുകി ദൈവത്തോട് പറയുക. ദൈവമേ, ഞാൻ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് ആവശ്യമായ പണമില്ല, അല്ലെങ്കിൽ തടസ്സങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വർണം വാങ്ങാൻ കഴിയുന്നില്ല. ഈ തടസ്സങ്ങളെല്ലാം മാറി ഞാൻ സ്വർണം വാങ്ങാൻ കഴിയുന്നതുപോലെ ചെയ്യണമേ ദൈവമേ എന്ന് നിങ്ങളുടെ ആഗ്രഹം ദൈവത്തോട് ഹൃദയപൂർവ്വം പറയുക. ഒരു മനുഷ്യനോട് നിങ്ങളുടെ പ്രശ്നം എങ്ങനെ വിശദീകരിക്കുന്നുവോ അതുപോലെ ദൈവത്തോട് വിശദമായി പറയുക. അതിനുശേഷം പുറത്തിറങ്ങി നിങ്ങളുടെ ജോലികൾ ചെയ്യുക. ദൈവത്തിന് മുന്നിൽ ചെമ്പരത്തി ഇലയിൽ വെച്ച അക്ഷതവും പൂവും 48 മണിക്കൂർ, അതായത് 2 ദിവസം അവിടെ തന്നെ വെക്കുക. 2 ദിവസത്തിന് ശേഷം ഈ ചെമ്പരത്തി ഇലയും അക്ഷതവും പൂക്കളും ശ്രദ്ധാപൂർവം എടുത്ത് ഒരിടത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ചെടിയുണ്ടെങ്കിൽ ആ ചെമ്പരത്തി ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടുക. അതായത് മറ്റൊരാളുടെ വീടിനടുത്തുള്ള ചെമ്പരത്തി ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ചെടിയുണ്ടെങ്കിൽ ആ ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാം. ഇതൊന്നും സാധ്യമല്ലെങ്കിൽ വേപ്പ് ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാം. പൗർണമി ദിവസം ഈ ചെറിയ പ്രതിവിധി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് സ്വർണവും ആഭരണങ്ങളും വാങ്ങാൻ കഴിയും. യോഗം വരുന്നു. എത്ര ദരിദ്രനായാലും ധനം സമ്പാദിച്ച് സ്വർണം വാങ്ങാൻ കഴിയും, ആഭരണങ്ങൾ വാങ്ങാൻ കഴിയും. ആഗ്രഹിക്കുന്നത്ര സ്വർണം വാങ്ങാനുള്ള യോഗങ്ങൾ വരും. നിങ്ങൾ ആഗ്രഹിച്ചത്ര സ്വർണം വാങ്ങും. പരിഹാരം:
ചെയ്യുന്നതിലൂടെ അമിതമായ ധനലാഭം ഉണ്ടാകും. ധനം കൊണ്ട് നിങ്ങൾക്ക് എന്തും വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ